യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 31 അധ്യായം 5 തിരുവചനം. പക്ഷി ചിറകിൻ കീഴിൽ നിന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഈ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ എന്നെ സംരക്ഷിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ ഒതുക്കി സംരക്ഷിക്കുന്നത് പോലെ ആ കുഞ്ഞുങ്ങളെ റാഞ്ചിയെടുക്കുവാൻ വരുന്ന മറ്റു ശത്രുക്കളിൽ നിന്നും അവരെ പരിപാലിക്കുന്നത് പോലെ ദൈവമക്കളായ ഓരോരുത്തരെയും ദൈവം തന്നിലൂടെ തന്നെ തൻ്റെ ശക്തിയാൽ പരിപാലിക്കും എന്ന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഏതെല്ലാം അവസ്ഥയിലാണെങ്കിലും ഏതെല്ലാം ശത്രുവിൻ്റെ പിടിയിലാണെങ്കിലും അവിടുന്ന് നമ്മളെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യും. മരണത്തോട് മല്ലടിക്കുകയാണെങ്കിൽ പോലും കർത്താവ് നമുക്ക് അഭയം നൽകി ജീവൻ പരിപാലിക്കും. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ദൈവകരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏതൊരുവനും ദൈവം പരിപാലിക്കുക തന്നെ ചെയ്യും. ആ വിശ്വാസത്തോടെ നമുക്ക് ഈ ദിവസം തുടങ്ങാം. ദൈവപരിപാലനയിലാണ് ഞാനുള്ളത്. ദൈവ സംരക്ഷണം എനിക്ക് ചുറ്റുമുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായ ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടെ എല്ലാവർക്കും ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.